ഹലോ, ഇന്ന് നമുക്ക് ക്രോഷ്യയുടെ കുറച്ച് ബേസിക്സ് പഠിക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു 2.5 mm ഹുക്കാണ്. ഇത് കോട്ടൻ്റെ 4 ply ആണ് കേട്ടോ. നമുക്ക് എങ്ങനെയാണ് ക്രോഷ്യയുടെ ആദ്യത്തെ സ്റ്റിച്ചായ സ്ലിപ്പ് നോട്ട് എങ്ങനെ ഇടുന്നതെന്ന് നോക്കാം. അതിന് നമ്മൾ കയ്യിലിങ്ങനെ ഒന്ന് ചുറ്റിയെടുക്കുക, ഇങ്ങനെ പിടിക്കുക. എന്നിട്ട് നമ്മുടെ ഹുക്ക് ഇങ്ങനെ താഴത്തുനിന്ന് ഇൻസേർട്ട് ചെയ്ത് ഒരു പ്രാവശ്യം ഇങ്ങനെ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്ത് കഴിഞ്ഞ് നമ്മൾ ഈ കൈ ഇങ്ങോട്ട് മാറ്റി ഈ നോട്ട് ഇവിടെ ടൈറ്റായിട്ട് പിടിക്കുക. എന്നിട്ട് ഹുക്കിനെ ഇങ്ങനെ കൊണ്ടുവന്ന് നമ്മുടെ ഈ നോബുണ്ടല്ലോ അതിനിങ്ങനെ താഴേക്ക് വലിച്ച് ഇതിൻ്റെ ഉള്ളിൽ കൂടി കെട്ടിയെടുക്കുക. ഇങ്ങനെ ഒന്ന് വലിച്ചെടുത്താൽ ഇത് നല്ല ടൈറ്റായി. നമുക്കിവിടെ ഒരു ലൂപ്പ് കിട്ടി. ഓക്കെ, ഒന്നുകൂടി കാണിക്കാം. നമ്മളിതിനെ ഇങ്ങനെ നമ്മുടെ ഈ ലോങ് ഇത് നമ്മുടെ ചൂണ്ടുവിരലിങ്ങനെ ചുറ്റിയെടുത്തിട്ട് ഇങ്ങനെ പിടിക്കുക. അല്ലേ, ഇവിടെ ഒരു ടൈലുണ്ട്, ഇതിങ്ങനെ പിടിച്ചു. നമ്മുടെ ക്രോഷ്യയുടെ ഹുക്ക് താഴത്തോടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഒരു പ്രാവശ്യം ഇങ്ങനെ വട്ടത്തിൽ ചുറ്റിയെടുക്കുക. ചുറ്റിയെടുത്തതിന് ശേഷം ഈ നോട്ട് നമ്മൾ ഇച്ചിരി ടൈറ്റായിട്ട് പിടിക്കുക. ദെൻ നമ്മുടെ ഹുക്കിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ തിരിച്ച് ഇതിലേക്ക് കൂടി കയറ്റിയെടുക്കുക. ഇപ്പം നമ്മൾ ഒരു നോട്ടായി. ഇനി നമുക്ക് ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇത് നമ്മുടെ ആദ്യത്തെ സ്ലിപ്പ് നോട്ടാണ് ഇപ്പോൾ നമ്മൾ ചെയ്തത്. ഇനി ചെയിൻ സ്റ്റിച്ച് എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സെയിം ഹുക്ക് നമ്മളിങ്ങനെ പുറകെ കൂടെ താഴത്തൂടെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വലിച്ച് ഒന്ന് കയറ്റുക. ഓക്കെ, ഇനി ഒന്നുകൂടി ടൈറ്റ് ആവുന്നതിനനുസരിച്ച് നമ്മളിവിടെ അഴിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ ഹുക്കിനെ ഇങ്ങനെ കൊണ്ടുവന്ന് ഇങ്ങനെ വലിച്ചെടുക്കുക. ഇപ്പോൾ 2 ചെയിൻ ചെയ്ത് നമ്മൾ തേർഡ് ചെയിൻ, 4th ചെയിൻ, 5, 6, 7, 8, 9. നമുക്ക് ഇത് ശ്രദ്ധിച്ചാൽ കാണാം. നമ്മളിപ്പോൾ ചെയിൻ ഇട്ടിട്ടുണ്ട്. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇതുണ്ടോ, ഇത് കൗണ്ട് ചെയ്യാൻ ഇതാണ് ഒരു ചെയിനായിട്ട് വരിക. 2ാമത്തെ ചെയിൻ, 3ാമത്തെ ചെയിൻ, 4ാമത്തെ ചെയിൻ, 5, 6, 7, 8, 9. ഓക്കെ, ഇനി ഇവിടെ നോക്കിയാൽ നമുക്ക് ഇതിന് ഒരു ചെയിൻ്റെ ഇതൊരു ലൂപ്പ് എന്ന് പറയും. ഇങ്ങനെ ഒരു ഇതിൽ വരുന്ന ലൂപ്പ്, ഇതിനെയാണ് ഫ്രണ്ട് ലൂപ്പ് എന്ന് പറയുക. ഇത് ബാക്ക് ലൂപ്പ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ചെയിൻ സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമുക്ക് നോക്കുക. നമുക്ക് അടുത്ത സിംഗിൾ ക്രോഷ്യ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സിംഗിൾ ക്രോഷ്യ ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം നമ്മളുടെ ഹുക്കിലുള്ള ഈ ഒരു ലൂപ്പിനെ 1ാമത്തെ ലൂപ്പ്, ഇത് 2ാമത്തെ ലൂപ്പ്. ഹുക്ക് കഴിഞ്ഞിട്ടുള്ള 3ാമത്തെ ലൂപ്പിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഒന്നുകൂടി സൂചി ഇതുപോലെ കടത്തുക. എന്നിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ വലിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 2 ലൂപ്പ് കാണാം. ഈ 2 ലൂപ്പിനെയും കൂടി ഒറ്റ ലൂപ്പാക്കി എടുക്കുക. ഇതാണ്, ഈ സ്റ്റിച്ചിലാണ് നമ്മൾ സിംഗിൾ ക്രോഷ്യ എന്ന് പറയുന്നത്. സിംഗിൾ ക്രോഷ്യ. അപ്പോൾ ഒന്നുകൂടി കാണിക്കാം. നമ്മൾ അടുത്ത ചെയിനിലേക്ക് ഇങ്ങനെ നമ്മുടെ നീഡിൽ കയറ്റി, അപ്പോൾ നമ്മുടെ നീഡിൽ 2 ലൂപ്പ് ഉണ്ടാവും. എന്നിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ ആദ്യത്തെ ലൂപ്പിലൂടെ വലിച്ചെടുക്കുക. ഇപ്പോൾ നമുക്ക് 2 ലൂപ്പ് കാണാം. ഈ 2 ലൂപ്പിൽ നിന്ന് ഒന്നിച്ച് ഒരു പ്രാവശ്യം ഇങ്ങനെ വലിച്ചെടുത്ത് സെക്കൻഡ് സിംഗിൾ ക്രോഷ്യയായി. സിംഗിൾ ക്രോഷ്യ നമ്മൾ ബ്രീഫായിട്ട് SC എന്നാണ് പറയുക. അപ്പോൾ എന്ത് ചെയ്യുക, ഇങ്ങനെ അടുത്ത ലൂപ്പിലേക്ക് ഇട്ടു, ഒന്നുകൂടി ഇങ്ങനെ വലിച്ചെടുത്ത്, ഇപ്പോൾ നമുക്ക് 2 ലൂപ്പ് കിട്ടി. ഈ 2 ലൂപ്പിനെയും കൂടി ഒന്നിച്ച് ഇങ്ങനെ കയറ്റുക. ഒന്നുകൂടി കാണിക്കാം. ഇങ്ങനെ നമ്മൾ അടുത്ത ചെയിനിലിട്ടു, വലിച്ചെടുത്തു, 2 ലൂപ്പിനെയും കൂടി ഒന്നിച്ച് കയറ്റി. ഇതാണ് സിംഗിൾ ക്രോഷ്യ. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് കാണിക്കാം. അവസാനത്തെ സിംഗിൾ ക്രോഷ്യ ഇങ്ങനെ ചെയ്യാണ്. ഒന്ന് ചെയിനിലിട്ടു, 2 ലൂപ്പായി, നമ്മളൊന്നും ചേർത്ത്
ഒരു സിംഗിൾ ക്രോഷയ്ക്ക്. അപ്പോൾ നമുക്ക് അവസാനത്തെ സ്റ്റിച്ചിലോട്ട് എത്തിയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് നോക്കുന്നുണ്ടോ, ഇത് നമ്മുടെ ഇതുണ്ടല്ലേ, ഇങ്ങനെ നമുക്ക് കാണാം. അപ്പോൾ ഇത് എണ്ണുവാണെങ്കിൽ ഇതാണ് ആദ്യത്തെ സ്റ്റിച്ച് വരിക. 1 2 3 4 5 6 7 8 9 അങ്ങനെയാണ് നമ്മളിത് എണ്ണുക. ഓക്കെ, ഇനി ഇതിങ്ങനെ നോക്കുമ്പോൾ നമുക്ക് ഫ്രണ്ടിൽ ഒരു ചെയിൻ, ഒരു ലൂപ്പ്, കുറച്ച് ലൂപ്സ് കാണും, ബാക്ക് ലൂപ്സ് കാണാം. അപ്പോൾ ഇതിനെ ഫസ്റ്റ് ഇവിടെ ഫ്രണ്ടിൽ കാണുന്ന ഇതിനെ ഫ്രണ്ട് ലൂപ്പെന്നും ഇവിടെ കാണുന്നതിന് ബാക്ക് ലൂപ്പ് എന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ഒരു സ്റ്റിച്ച് കൂടി പഠിക്കാം. അതിനാണ് ഡബിൾ ക്രോഷേ എന്ന് പറയാം. ഡബിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ മുകളിലോട്ട് 2 ചെയിൻ ഇടും. 2 ചെയിൻ ഇട്ടു. ഇത് നമ്മൾ സ്റ്റിച്ചായിട്ട് കണക്കാക്കില്ല. ഓക്കെ, എന്നിട്ട് നമ്മളിതൊന്ന് ജസ്റ്റ് തിരിച്ച് പിടിക്കുക. തിരിച്ച് പിടിച്ച് കഴിഞ്ഞ് നമുക്ക് കണ്ടോ, ഇവിടെയൊക്കെ ഓരോ കുഴി കാണാം. ഇതുണ്ടോ, ഓരോരോ കുഴി കാണാം. ഇത് ഇവിടെ ഇങ്ങനെയാണ്, ഇതിലായി കുഴികളിലാണ് നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡബിൾ ക്രോഷേ ചെയ്യാൻ പോകുന്നത്. നമ്മൾ ഈ ലൂപ്പിലോട്ട് നമ്മുടെ നീഡിലിട്ടു. ഡബിൾ ക്രോഷേ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരു പ്രാവശ്യം ഇതിനെ ഇങ്ങനെ ഇയാളൊന്ന് ചുറ്റിയെടുക്കുക. എന്നിട്ട് ഫസ്റ്റ് കാണുന്ന ആ ഇതിലേക്ക് ഇങ്ങനെ ഇടുക. എന്നിട്ട് ഒരു പ്രാവശ്യം ഇങ്ങനെ വലിച്ചെടുക്കുക. ഇപ്പം നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് കാണാം. ആദ്യത്തെ 2 ലൂപ്പിലൂടെ നമ്മൾ ഒരു പ്രാവശ്യം വലിച്ചെടുക്കുക. വീണ്ടും ഇപ്പോഴും നമുക്ക് 2 ലൂപ്പ് കിട്ടും. ആ 2 ലൂപ്പിലൂടെ ഒന്നുകൂടി വലിച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ഡബിൾ ക്രോഷേ എന്ന് പറയുന്നത്. ഡബിൾ ക്രോഷേ നമ്മൾ ചുരുക്കി DC എന്നാണ് പറയുക. അപ്പോൾ ഒന്നുകൂടി നോക്കാം. ഒന്നിങ്ങനെ ചുറ്റിയെടുക്കുക. നമ്മുടെ ഈ കുഴിയിലോട്ട് ഇങ്ങനെ 2ലും കൂടി കയറ്റി ഒന്ന് വലിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഹുക്കിൽ 3 ലൂപ്സ് കാണാം. ആദ്യത്തെ 2 ലൂപ്സിലൂടെ ഒന്ന് വലിച്ചെടുക്കുക. വീണ്ടും അടുത്ത 2 ലൂപ്സിലൂടെ ഒന്ന് വലിച്ചെടുക്കുക. അപ്പോൾ നമുക്കൊരു ഡബിൾ ക്രോഷേ കിട്ടി. ഒന്നുകൂടി ചുറ്റിയെടുക്കുക. ഈ ഹോളിലൂടെ ഇങ്ങനെ താഴേക്ക് വലിച്ചെടുത്ത് കഴിയുമ്പോൾ നമുക്ക് 3 ലൂപ്സ് കിട്ടും. ആദ്യത്തെ 2 ലൂപ്സിലൂടെ ഒന്ന് കയറ്റുക. അപ്പോൾ നമുക്ക് വീണ്ടും 2 ലൂപ്സ് ഹുക്കിലുണ്ടാവും. ഒന്നുകൂടി വലിച്ചെടുക്കുക. ഓക്കെ, ഇതാണ് ഡബിൾ ക്രോഷേ. നമുക്കിതിങ്ങനെ കംപ്ലീറ്റ് ചെയ്യാം. നമുക്കൊന്ന് കംപ്ലീറ്റ് ചെയ്യാം. നമ്മൾ അവസാനത്തെ 2 ഡബിൾ ക്രോഷേ ചെയ്യാൻ പോവുകയാണ്. വലിച്ചെടുത്തു. ആദ്യത്തെ 2 ലൂപ്പിലൂടെ കയറ്റി, രണ്ടാമത്തെ 2 ലൂപ്പിൽ കയറ്റി. നെക്സ്റ്റ് സ്റ്റിച്ചിൽ ഇട്ടു, വലിച്ചെടുത്തു. ആദ്യത്തെ 2 ലൂപ്പിലൂടെ കയറ്റി, രണ്ടാമത്തെ 2 ലൂപ്പ്. ഇപ്പോൾ നമ്മളൊരു റോ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആദ്യം നമ്മൾ ഈ കാണുന്നത് നമ്മുടെ ചെയിൻ സ്റ്റിച്ചാണ്. പിന്നെയുള്ളത് നമ്മുടെ സിംഗിൾ ക്രോഷയാണ്. പിന്നെ നമ്മൾ കാണുന്നത് ഡബിൾ ക്രോഷയാണ്. ഇങ്ങനെയാണ് ബേസിക് സ്റ്റിച്ചസ് വരുന്നത്. എല്ലാവരും ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.